അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയുടെ ഭാഗമായ അംബോളിഘട്ടിലെത്തിയിരിക്കണം. അംബോളിഘട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. ഇപ്പോൾ സമയം ഒരു 6:30 സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളുപ്പിന് 5 മണിക്ക് മഹാരാഷ്ട്രയിലെ കൂടാൽ സ്റ്റേഷൻ ഇറങ്ങി അവിടെ നമ്മൾ അംബോളി ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയാണ് നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് ഫ്രഷപ്പും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് ഇവിടെയാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. റെസ്റ്റോറൻറ്റ് എനിക്ക് പ്രവേശിക്കാം. നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എവിടെയാണ്? നല്ലായിരം ഫ്രഷ് ആവാൻ 2 റൂം അല്ലേ? ഫ്രഷ് ആവാൻ മാത്രം 2 റൂം. അവിടെ സ്കൂളും ഗ്രൗണ്ടുണ്ടോ? കുട്ടികളെ കളിക്കുന്നുണ്ടോ? അമ്പോളി ബസ് സ്റ്റാൻഡും കാര്യങ്ങളാണ്. കുറച്ച് ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറച്ച് ടീ ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇവിടെ വന്നേക്കാണ്. ഇവിടെ എത്തിക്കുന്നൊരു 6 മണി 6:30 ആയപ്പോൾ എത്തിയേക്കണം. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഹിരണ്യകേശി ടെമ്പിളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള സ്വയംഭൂ ഗണേശ ടെമ്പിളുണ്ട്. അപ്പം ആദ്യമേ 2 അമ്പലങ്ങളാണ് നമ്മൾ സന്ദർശിക്കുന്നത്. സ്റ്റെപ്പ് ഇറങ്ങി താഴെയാണ് ഈ പാലം. അവരല്ലേ ഇറങ്ങണ്ട മഴ തുടങ്ങി. ഇത് വാട്ടർ പ്രൂഫ് അല്ലേ? അത്യാവശ്യം വാട്ടർ പ്രൂഫാണ്. വെള്ളത്തിനടിയിൽ എടുക്കാം. ഇനി സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ ചെറിയ അരുവി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അമ്പലത്തിന് അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദി, ഹിരണ്യകേശി നദി. ഹിരണ്യകേശി ടെമ്പിളിലാണ് നമ്മൾ പോകുന്നത്. ആ അമ്പലത്തിനുള്ളിൽ നിന്നാണ് സാധനം ഉത്ഭവിക്കുന്നത്. എന്താ മുഗ്രമഴയൊക്കെ വരുന്നത്. ഹിരണ്യകേശി നദി ഒഴുകുന്ന സ്ഥലമാണ്. ഈ നദിയാണോ? അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗമാണ്. ക്ഷേത്രമാണ്, ശിവന്റെ ക്ഷേത്രമാണ്.
ഓക്കെ തന്നെ ഒന്ന് നോക്കണം, തന്നെ ഒന്ന് നോക്കണം. എൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതാണ് ഹിരണ്യകേശ ടെമ്പിൾ. അമ്പലത്തിൽ കണ്ണാടി വെക്കാൻ പാടില്ലല്ലോ. അങ്ങനെയല്ല. ഓക്കെ, ഞാൻ ഇതാണ് കുളം. ഇവിടെയാണ് ഈ നാട്ടിലെ അപൂർവ മത്സ്യങ്ങളുള്ളത്. അതായത് ഈ നാടിനെ സംരക്ഷിക്കുന്ന മത്സ്യങ്ങളോട് ഇവിടെയാണ്. മഴ കാരണം കാണാൻ പറ്റണമെന്ന് ഏറ്റവും ഇഷ്ടം. ഈ ഹിരണ്യകേശി ടെമ്പിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹിരണ്യകേശി നദി ഉത്ഭവിക്കുന്ന ഈ അമ്പലത്തിനകത്ത് തന്നെയാണ്. ഈ അമ്പലം പണി കഴിപ്പിച്ച 1989-ലാണ്. ഈ ടെമ്പിളിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. വർഷത്തിൽ 12 മാസവും ഇതിനകത്തുള്ള പാറയുടെ വെള്ളം ഒഴുകുന്നുണ്ട്. ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകം ഈ തടാകത്തിനുണ്ട്. ഈ തടാകത്തിലുള്ള മീനുകൾ വളരെ പ്രത്യേകം നിറഞ്ഞ മീനുകളാണ്. ഈ മീനുകളാണ് ഈ ഗ്രാമത്തിനെ സംരക്ഷിക്കുന്നതെന്ന വിശ്വാസവും ഈ ഗ്രാമീണർക്കിടയിലുണ്ട്. ഹിരണ്യകേശി ടെമ്പിൾ ഇതിനകത്താണ്. ഇതിൻ്റെ അകത്തുകൂടിയാട്ടോ നദി ഉത്ഭവിക്കുന്നത്. ഈ ടെമ്പിളിൻ്റെ അകത്തുകൂടിയാണ് നദി ഉത്ഭവിക്കുന്നത്. ഹിരണ്യകേശി ക്ഷേത്രത്തിൻ്റെ കഥ നമ്മൾക്കൊന്ന് നോക്കാം. പാർവതി ദേവിയുടെ പുണ്യസ്ഥലമായ ഹിരണ്യകേശി ക്ഷേത്രം ഹിരണ്യകേശി നദി ഉത്ഭവിക്കുന്ന സ്ഥലം കൂടിയാണ്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിൽ സ്വർണ്ണമുടിയും സ്വയംഭൂവായ ചുവന്ന നിറത്തിലുള്ള ശിവലിംഗവുമുള്ള ദേവി ഹിരണ്യകേശിയുടെ ഒരു വിഗ്രഹവുമുണ്ട്. അതിനെ ഹിരണ്യകേശ്വർ എന്ന് വിളിക്കുന്നു. ശിവന്റെ പ്രതിഷ്ഠയാണുള്ളത്. ശിവനാണ് അടുത്ത പ്രതിഷ്ഠ. അതിനെ മാത്രം ആശ്രയിച്ചാണ് നമ്മുടെ ഒരു സംസ്കാരം ആണോ? ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പം അങ്ങോട്ട് വരാം ഏട്ടാ. ഹിരണ്യകേശി എന്നറിയാൻ കാരണം ഹിരണ്യകേശി എന്ന സംസ്കൃതത്തിലൊരു വേർഡാണ്. സ്വർണ്ണമുടി എന്നാണ് ഹിരണ്യകേശി എന്ന വാക്കിനർത്ഥം. ഇവിടെ കുറച്ച് മീനുകളുണ്ട്. ഈ മീനുകൾക്ക് സ്വർണത്തിൻ്റെ കളറാണ്. ആ മീനുകളാണ് ഇവിടുത്തെ ഗ്രാമത്തെ സംരക്ഷിക്കുന്ന വിശ്വാസം ഇവിടുത്തെ ഗ്രാമവാസികൾക്കിടയിലുണ്ട്. 2021 മാർച്ച് 30 മഹാരാഷ്ട്ര ഗവൺമെൻറ് ജൈവ വൈവിധ്യ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയൊരു സംഭവമാണത്. ഇതിനു പുറമെ ഇവിടുത്തെ മീനുകളെ പിടിക്കാനോ ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് ബഹുമാനത്തിലാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ ഈ മീനുകളെ സംരക്ഷിക്കുന്നത്. കിട്ടിയ ആളൊക്കെ ഓക്കെ ഓക്കെ. ഈ മത്സ്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ കംപ്ലീറ്റ് എഴുതിയുണ്ട് കേട്ടോ. ഹായ് ബജു, വരൂ. നിങ്ങൾ വരില്ലോ അല്ലേ? നിങ്ങൾ വരില്ലേ? ഞാൻ ഓണാക്കി തരാം. ഒരു മിനിറ്റ് മാഡം. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതൊരു പുണ്യക്ഷേത്രമാണ്, പുണ്യ നദിയുമാണ്. അതുപോലെ തന്നെ ഇവിടെ അസ്ഥി ഒഴുക്കുന്നൊരു സംഭവമുണ്ട്. കാരണന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ അസ്ഥി ഒഴുക്കുള്ളൂ. ആ ഒരു സംഭവം ഇവിടെയാണ്. നമ്മൾ ആലുവ മണപ്പുറത്തൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അസ്ഥി ഒഴുക്കുന്നതും അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതാണ് ഈ അസ്ഥിത്തറ ഇവിടെ കാണാൻ പറ്റും.
ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ കേട്ടോ, ഹിരണ്യകേശി ടെമ്പിൾ. आणि जरा पुढे जाऊन ते संजय दादा हे आहे ना ഇന്ന് ഒഴുകണ വരുന്നത് അതുകൂടി ഒഴുകണം. ഇല്ല, അതുവഴി അങ്ങനെ പോകും, അതുവഴി അങ്ങനെ പോകും. കൈവഴി നമ്മൾ ഇവിടെ വെള്ളക്കെട്ടുണ്ടാവും അതിൽ. ചിലപ്പോൾ ഉണ്ടാവും ഇവിടെ. അതിലൂടെ ആ മല അതിലൂടെ വരണം കേട്ടോ, അതിലൂടെ ഒഴുകി വരുന്നുണ്ടാവും വെള്ളക്കെട്ടുണ്ട്. പക്ഷെ നമ്മൾ വന്ന വഴിക്കൊരു തോടുകൾ ഒഴുകുള്ളൂ, അതാണ് ഈ സാധനം. പിന്നെ അത് വലുതായി 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 ഹിരണ്യകേശി മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ഹായ് ഹായ്. നീ പോയിട്ട് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കും. ശരിയാണോ? കുഴപ്പമൊന്നുമില്ല, പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. അട്ട കയറാതെ നോക്കിയാൽ മതി. അട്ട ഉണ്ടാവുന്നല്ല, അട്ടയില്ല, അവിടെ വരെയൊക്കെ പോയിട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു എന്താ പറയാ, അവിടെ വെള്ളം ഒരു ടൗണാണ് ഇത്. എല്ലാം ഒരു സ്വപ്നം. ഇത് സ്വയംഭൂ ഗണേശ മന്ദിറാണ്. അമ്പോളി യാത്രയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടത് ഹിരണ്യകേശി ടെമ്പിൾ, ഇത് സ്വയംഭൂ ഗണേശ ടെമ്പിൾ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇത് വളരെ ശാന്തമായിട്ടുള്ളൊരു പ്ലേസസ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്തോട് ഹിരണ്യകേശി റിവർ ഒഴുകുന്നുണ്ട്. ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്തോട് തന്നെ ഹിരണ്യകേശി റിവർ ഒഴുകുന്നുണ്ട്. അമ്പോളി വാട്ടർഫോൾസിൽ നിന്ന് വെറും 6 കിലോമീറ്റർ ഇങ്ങോട്ടുള്ള ദൂരം. നല്ല ഡെസ്റ്റിനേഷനാണ്, നല്ല പീസ്ഫുള്ളായ ഡെസ്റ്റിനേഷനാണ്. നിങ്ങൾ അമ്പോളിൽ വരികയാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഇവിടെ ഇതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ശ്രീ രാഘവേശ്വര മഹാരാജയുടെ ആശ്രമമുണ്ട് കേട്ടോ. അദ്ദേഹം ദീർഘനാളായിട്ട് ഇവിടെ ചിലവഴിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആശ്രമം ഇതിന് തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു പീസ്ഫുള്ള അന്തരീക്ഷമാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പ്ലേസാണ്. ഇതിൻ്റെ മറ്റുള്ള കാഴ്ചകളിലേക്ക് പോകാം. അമ്പലത്തിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് പോകാം. ഗണപതി അമ്പലമാകട്ടെ മറ്റൊരു അത്ഭുതം തന്നെയാണ്. ഈ കാണുന്ന ചെറിയ മണ്ഡപം, ഇതാണ് അമ്പലം. ഇതിൻ്റെ തൊട്ട് താഴത്തോട് തന്നെയാണ് ഹിരണ്യകേശി റിവർ ഒഴുകുന്നത്. ഇതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് സത്യം പറഞ്ഞാൽ. ചെറിയൊരു ഫോറസ്റ്റും കാര്യങ്ങളും അമ്പലവും. ഈ അമ്പലത്തിൻ്റെ താഴത്തോട്ട് സ്റ്റെപ്പ് ഇറങ്ങണം അമ്പലത്തിൻ്റെ അകത്തേക്ക് ചെല്ലാനായിട്ട്. അതിനുള്ളിൽ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഗണേശനാണ് ഇവിടുത്തെ വിഗ്രഹം. നമ്മൾ അമ്പലത്തിലകത്തെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം പുറത്തോട്ടിറങ്ങി റിവറിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. റിവറിൽ വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ചയുണ്ട്. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. നല്ല മനോഹരമായിട്ടൊരു കാഴ്ച. ചെറിയൊരു അമ്പലം, നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷം, കാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു. നല്ലൊരു പ്ലേസാണിത്.